ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനയനും ആഷിഫും കൂടിയിട്ട് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം വിനയൻ പറയണേ, ഇവന്മാർ തന്ന പൈസ തന്നെയാണ്, ഇതൊരു ബ്ലേഡ് കമ്പനിയിൽ ഞാൻ കൊണ്ടുപോയിട്ടതാണ്, ഇത് ഇവന്മാർക്ക് തിരിച്ചു തരാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയണേ, എവിടെയും ഇല്ലാത്ത ഒരു സംഭവമാണിത്. ക്രൈമിന് ഉപയോഗിച്ച പൈസ പിന്നെ നിങ്ങൾക്ക് തിരികെ തരുന്ന ഒരു പ്രവൃത്തിയില്ല. പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നത്, എടാ ജീവരാജ, നിൻ്റെ അമ്മ ടീച്ചറും നിൻ്റെ അച്ഛന് ഒരു ബാങ്ക് മാനേജറുമാണ്, എന്നിട്ടല്ലടാ നീ ഇങ്ങനെ ഒരു നെറികെട്ട പ്രവൃത്തി ചെയ്തത്. നീ PG പഠിച്ചിട്ട് അവർക്ക് കൊടുത്ത സമ്മാനം ഇതല്ലടാ എന്നൊക്കെ പറയാനേട്ടാ. എന്തായാലും നീ കൊള്ളാം, അവന്മാരുടെ കരച്ചിൽ കേട്ടിട്ട് മാത്രമാണ് നിന്നെ ഞാൻ ഈ കേസിൽ നിന്ന് ഒഴിവാക്കുന്നത്. പിന്നെടാ ആഷിഫ് അലി, നിൻ്റെ വാപ്പ എത്ര കാലമായി ഗൾഫിൽ നയിക്കൽ തുടങ്ങിയിട്ട്? 12 വർഷം. എടാ ഞാൻ നിൻ്റെ ചപ്പക്കിട്ട് രണ്ടങ്ങ് തരുമെന്ന് പറയുമ്പോൾ വിനയൻ ഇരുന്നോടത്ത് പെട്ടെന്ന് പിറകോട്ട് നീങ്ങി പോവാണ് കേട്ടോ. ഇതേ സമയം 10-18 വർഷമായ നിൻ്റെ അച്ഛൻ നിനക്ക് വേണ്ടി സമ്പാദിക്കലും കഷ്ടപ്പെടലും തുടങ്ങിയിട്ട്, എന്നിട്ട് അവർ വിളിച്ച് പറഞ്ഞ കരച്ചിൽ കൊണ്ട് മാത്രമാണ് ഈ ഒരു കേസ് വേണ്ടെന്ന് വെച്ചത്. നിൻ്റെ അനിയത്തിയുടെ കല്യാണം, ഈ കേസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് മുടങ്ങുമെന്ന് മനസ്സിലാക്കിയതും കൊണ്ട് മാത്രം. പിന്നെ അതുമല്ല, നീ ഇപ്പോൾ നിൻ്റെ വാപ്പയേക്കാൾ വലുതായി എന്നൊരു തോന്നൽ നിനക്കൊണ്ട്. കണ്ട മാഫിയന്മാരുടെ ഇടയിലല്ലേ നീ കിടന്ന് കളിക്കുന്നതെന്ന വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. എന്നാൽ ഈ സമയം SI പറയണേ, ഇനി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കി. ഇനി എന്തായാലും നീ കൈ കൊടുത്ത് വിനയൻ പണം ഇവന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ച് നീ പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാൻ നോക്കിയെന്ന് പറയാനേട്ടാ. അങ്ങനെ വിനയൻ അവർക്ക് ആ പണമൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ആഷിഫിനും ജീവരാജനും ഇങ്ങനെ കൈ കൊടുക്കുകയാണ്. ഇതേസമയം SI പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് ലാസ്റ്റ് അവസരമാണ്, നിങ്ങൾക്ക് നേരാവുള്ള ഇതോടുകൂടി നിങ്ങൾ നേരായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് കന്യാശ്ശേരി മനയാണ്. ആ മനയിൽ ഇരുന്നിട്ട് ആ ഒരു ഹാളുണ്ടല്ലോ, അതായത് ആ ചെറിയച്ഛനുണ്ടല്ലോ, അയാളിങ്ങനെ ഇരുന്നിട്ട് എന്തൊക്കെയാണ് നാമം ജപിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അവിടെ വന്നിട്ട് മാഷിൻ്റെ മക്കളും വന്നിറങ്ങുന്നത്. അങ്ങനെ മാഷിൻ്റെ മക്കൾ ഇയാളെ കാണുമ്പോൾ അങ്ങ് അടുത്തോട്ട് വരാൻ ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് ഇയാളിങ്ങനെ നിൽക്ക്, ആരും തന്നെ കയറണ്ട എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത് കേട്ടോടെ തന്നെ മാഷ് അവിടെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതേ സമയം നിങ്ങൾ കന്യാശ്ശേരി മനയിലെ താക്കോല് ഇവിടുത്തെ ആൾ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് കയറിക്കോളൂ, ദേവികയമ്മ തന്നതല്ലേ എന്ന് പറയണേ. അങ്ങനെ മാഷ് പോയിട്ട് വാതിൽ തുറക്കാൻ ശ്രമിക്കുകയാണ്. അതായത് രഘുവിൻ്റെ കൈകളിലാണ് കൊടുക്കുന്നത്. രഘു, നീയാണ് തുറക്കേണ്ടത്, നീയാണ് അവകാശി എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അങ്ങ് താക്കോല് കൊടുക്കണം കേട്ടോ. അങ്ങനെ രഘു വാതിലിങ്ങനെ തുറക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ തുറക്കാൻ എത്ര ശ്രമിച്ചിട്ടും വാതിൽ തുറക്കുന്നില്ല. ഇതോടുകൂടി രഘു ഞെട്ടാണ്. എന്താ അമ്മാവ വാതിൽ തുറക്കുന്നില്ലല്ലോ? അത് കേൾക്കുന്ന ഉടൻ തന്നെ ഒപ്പം നിൽക്കുന്ന അവിടുത്തെ കാര്യസ്ഥനുണ്ടല്ലോ, അയാൾ പറയാണ്, നിങ്ങളുടെ അടുത്ത് നിന്ന് ചാവിയൊന്നും മാറിയിട്ടില്ലല്ലോ. ഇല്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ വീണ്ടും മാഷ് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് മാഷ് തുറക്കാൻ ശ്രമിക്കാൻ കേട്ടോ. അങ്ങനെ കാര്യസ്ഥൻ വരികയാണ്. കാര്യസ്ഥനും തുറക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷേ തുറക്കുന്നില്ല. അങ്ങനെ പിന്നീട് തൻ്റെ ആ ചെറിയച്ഛനുണ്ടല്ലോ, അയാളുടെ കയ്യിൽ കൊണ്ടുകൊടുക്കുകയാണ്. ഇതെന്താ തുറക്കാത്തത്, അറിയില്ലല്ലോ എന്ന് പറയണം. അപ്പോൾ അയാൾ അവിടെ നിന്ന് എണീറ്റിട്ട് ഈ വാതിലിങ്ങനെ തുറക്കണം. അയാളുടെ ദുർമന്ത്രവാദത്തിൻ്റെ ആ ശക്തിയാണ് അയാൾ കാണിക്കുന്നത്. അങ്ങനെ അയാൾ തുറന്ന ഉടൻ തന്നെ ആ വാതിലിട്ട് ചാവി തിരിച്ചു ഉടൻ തന്നെ വാതിൽ തുറക്കുന്നു കേട്ടോ. പിന്നീട് മാഷിനോട് പറയണേ, അതെ നല്ല മനസ്സോടല്ല നിങ്ങൾ വന്നിരിക്കുന്ന അനന്തൻ്റെ മനസ്സിൽ ദുർചിന്തയൊന്നുമില്ല, എന്നാൽ മറ്റുള്ളവരുടെ മനസ്സിൽ അങ്ങനെയുണ്ട്, അതുകൊണ്ടാണ് വാതിൽ തുറക്കാത്തത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കെ, കന്യാശ്ശേരി മനയെ സംബന്ധിക്കുന്ന സ്വത്തുക്കളൊക്കെ നിങ്ങൾക്കുള്ളതല്ലേ, പക്ഷേ അത് ഇതിൽ നിന്ന് അനുഭവിക്കാൻ പുറത്തോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയട്ടോ. അത് കേൾക്കുന്നതിനോടുകൂടി എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. പിന്നീട് ഇനി നേരം വൈകിക്കേണ്ട, കയറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കയറാണ്. അങ്ങനെ കയറുന്ന സമയത്ത് ലാസ്റ്റ് ദയാണ് കയറുന്നത്. ഓരോരുത്തരും ഇയാളെങ്ങനെ നോക്കുന്നുണ്ട്. ഇയാളാണെങ്കിൽ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദയാണ് ഇയാളുടെ ഒരു പറച്ചിൽ എന്നുള്ള ഒരു ലെവലിൽ ഇങ്ങനെ ദയ പുച്ഛത്തോടു കൂടി അയാളെ നോക്കുന്നതിനോടുകൂടി അയാളങ്ങ് കണ്ണ് നിറച്ച് നോക്കുമ്പോൾ ദയക്കങ്ങ് പേടിയാവണം കേട്ടോ. പിന്നീട് ദയ ഒറ്റ പോക്കങ്ങ് പോവുകയാണ്. ഇതോടുകൂടി അയാളിങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട്. പിന്നീട് ആ കാര്യസ്ഥൻ ഈശ്വര ഈ താക്കോല് തന്നെ തൊടാൻ പേടിയാവുന്നു എന്ന ഭാവത്തിൽ കാര്യസ്ഥൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാഷ് അകത്ത് കയറുകയാണ്. പിന്നീട് അവിടെ നിലവിളക്ക് അങ്ങനെ കത്തിക്കുകയാണ്. അങ്ങനെ നോക്കി നിന്നിട്ട് മാഷ് പറയണത്, അതെ ഈ മനയെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ വേണ്ടതൊക്കെ നോക്കി നടത്താൻ, നിങ്ങൾ മക്കളിൽ ആർക്കും ഇഷ്ടമെങ്കിൽ നോക്കി നടത്തിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഉടൻ തന്നെ അത് കേട്ട രഘു ചോദിക്കുകയാണ്, അതെന്താ അമ്മാവും പിന്നെ ഇവിടെ നിൽക്കുന്നില്ലേ? ഇപ്പോൾ 2 ദിവസം ഞാനുണ്ടാവും, പക്ഷേ ആർക്ക് വേണമെങ്കിലും ഇത് നടത്താം, അതല്ല എല്ലാവർക്കും ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ദയ പറയണം, ഞാൻ എൻ്റെ ശബരിയേട്ടനെയും കൊണ്ട് നിന്നോളാം. അപ്പോഴേക്കും ചേരി പറയുന്നത്, എൻ്റെ ശബരി നീ
വിളിച്ചാൽ വരുമോ? അതിലുള്ള വഴികളൊക്കെ എനിക്കറിയാമെന്ന് പറയാം കേട്ടോ. എന്നാൽ ഈ സമയം മഞ്ചാടി പറയാൻ ഇവിടെ നിൽക്കണമെങ്കിൽ എനിക്ക് കോളേജിലേക്ക് പോകാൻ എന്തൊരു സുഖമായിരിക്കും എന്ന് മഞ്ചാടിയും പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം അനുഭവം പറയുന്നത് അച്ഛൻ എവിടെയാണോ അവിടെ ഞാൻ നിൽക്കുന്നതെന്ന് പറയും കേട്ടോ. ഇതേ സമയം അമ്പിളി പറയണേ ഞാൻ ഇവിടെ അടുക്കളയ്ക്ക് ഒന്ന് പോയി നോക്കട്ടെ, അടുക്കളയിൽ സാധനങ്ങളുണ്ടോ നോക്കട്ടെ. അപ്പോഴേക്കും മാഷ് പറയും ശരിയാണ്, നിങ്ങൾ ഇവിടുത്തെ സൗകര്യങ്ങൾ നോക്കുക, എന്നിട്ടാവാം ബാക്കി കാര്യങ്ങൾ, 2 ദിവസം ഞാനുണ്ടല്ലോ, ബാക്കി പിന്നെ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ അങ്ങ് പിരിഞ്ഞു പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വിനയനാണ്. വിനയൻ തൻ്റെ പഴയ ഷോപ്പുണ്ടല്ലോ, അത് വേറൊരു ജമാൽ എന്ന് പറഞ്ഞ ആൾക്ക് വിറ്റിരിക്കുകയാണല്ലോ. അപ്പോൾ അയാളിൽ നിന്ന് തിരികെ കിട്ടുമോ എന്നറിയാൻ ഒരു പൂച്ചയെ പോലെ പതുങ്ങിയിട്ട് ഇങ്ങനെ ജമാലിനോട് ചോദിക്കുക, ജമാലെ നീ ഗൾഫിലോട്ട് ഇനി പോകണ്ടോ? ഇല്ല, അല്ല പോകണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പ് എനിക്ക് കിട്ടുമെന്നൊക്കെ ആലോചിച്ചാണ് ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ ഇനി പറയണേട്ടാ. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു സ്റ്റാഫ് കയറി വരികയാണ്, അതും വിനയനെ അറിഞ്ഞ ആളായിരിക്കും കേട്ടോ. അപ്പോൾ വിനയനെ കണ്ട ഉടൻ തന്നെ എടാ നീ എന്നെ മറന്നിടോ? ഇല്ലടാ നിന്നെയും മറന്നിട്ടില്ല, നീ എന്നാലും കോലൊക്കെ ആകെ മാറി മറിഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അല്ല നിൻ്റെ ഡ്യൂട്ടി എന്തായെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പുതിയ ഒരു ഫോണില്ലേ, റേഞ്ചോ അങ്ങനെ എന്തോ പറഞ്ഞു, ആ ഒരു ഫോൺ ഉണ്ടല്ലോ, ആ ഫോണിൻ്റെ ആ ഒരു തൊഴിലാണ് എനിക്ക്. അതിലിപ്പോൾ പുതിയൊരു ചെയർമാനെ വേണമെന്നൊക്കെ പറഞ്ഞ് അവരുടെ 4 ബ്രാഞ്ചിലോട്ട് വേണമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നല്ല സർവീസ് അറിയുന്ന ആളുകളായിരിക്കണം എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിനയം പറയണേ ഞാൻ മതിയോ എന്ന് ചോദിക്കാനിട്ടോ. ഇത് കേൾക്കുമ്പോൾ നീയാണെങ്കിൽ റെക്കമെൻഡിൻ്റെ പോലും ആവശ്യമില്ല, എനിക്ക് തരാമെന്ന് പറയണം. അങ്ങനെ മൊത്തത്തിൽ വിനയനെ ഒന്ന് മാറ്റിമറിക്കുന്ന നല്ലൊരു ജോലിയൊക്കെ പണിയെടുത്തൊക്കെ കുടുംബം നോക്കുന്ന വിനയനെ ആക്കി മാറ്റുന്ന ഒരു സീനാണ് കേട്ടോ കാണിക്കുന്നത്. എന്നാൽ ഈ സമയം പുറത്താണെങ്കിലോ ഹർഷ സുശീലക്കുള്ള ചായ ഇങ്ങനെ ഒഴിക്കുകയാണ്. സുശീലയാണെങ്കിൽ ഹർഷയുടെയും രവിയുടെയും ഡ്രസ്സൊക്കെ ഇങ്ങനെ മടക്കി വെച്ച് അൽമറയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹർഷ അത് ആൻറ്റി ഇത് കുടിക്കുകയെന്ന് പറയുന്നത്. ഇതേ സമയം ആൻറ്റിയുടെ മനസ്സൊക്കെ ഇപ്പോൾ ഒന്ന് ചാഞ്ചാടുന്നുണ്ടാവും അനുപമയെ കൊണ്ടുവരാൻ. അനുപമ ഇല്ലാത്ത ഈ അനുപമക്ക് ഒരുപാട് പണമുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ കോടീശ്വരി സ്വത്തിൻ്റെ ആളായതുകൊണ്ട് ചാഞ്ചാടുന്നുണ്ടല്ലോ എന്നിങ്ങനെ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കണം കേട്ടോ സുശീലയുടെ മനസ്സിൽ പറയാൻ വേണ്ടി. അപ്പോൾ സുശീല പറയണേ എനിക്ക് അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഇല്ലാത്ത കള്ളങ്ങൾ ഓരോരുത്തർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതല്ല. അത് കേട്ട ഉടൻ തന്നെ ഹർഷ പറയാണ് എല്ലാം ആൻറ്റി അത് സത്യം തന്നെയാണ്, കന്യാശ്ശേരി മന എന്ന് പറയുന്നത് രവിയേട്ടൻ്റെ കുടുംബ വീടായ ഇതിൻ്റെ തൊട്ടടുത്താണ്, അത് കോടാനുകൂടിൻ്റെ സ്വത്താണെന്നൊക്കെ പറയുന്നത്. അതൊക്കെ പിന്നെ ആരുടെയൊക്കെ കയ്യിലല്ലേ, ഇവരുടെ കയ്യിലും മാഷിൻ്റെ മക്കളിലൊക്കെ എത്തുമ്പോഴേക്കും ഒരുപാട് സമയം പിടിക്കും. എന്നാലും ആൻറ്റിക്ക് അനുപമയെ വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ, തുറന്നു പറയാതിരിക്കണ്ടെന്ന് പറയട്ടെ. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ സുശീൽ പറയണേ ഇല്ല എനിക്ക് അവളെന്ന് വെച്ചാൽ ദേഷ്യമാണ്, അവളൊരിക്കലും എൻ്റെ ഇന്ദ്രൻ്റെ ജീവിതത്തിലോട്ട് വരണം എന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല, പക്ഷേ എൻ്റെ ഇന്ദ്രനൊന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടെന്ന് പറയണ്ട. അപ്പോഴാണ് വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ തന്നെ സുശീൽ പറയണ എൻ്റെ മോന് വന്നിരിക്കുന്നത്, എന്തായാലും ഞാനൊരു നിർഭാഗ്യവതിയാണ്, കാരണം എനിക്കൊരു ഭാഗ്യവുമില്ല. എൻ്റെ മകൻ്റെ കല്യാണം സച്ചിയുടെ മകളുമായി കല്യാണം നടന്ന പിന്നീട് സുശീലിനെ 4 പേരുടെ അറിയപ്പെട്ട ഒരാളായി മാറിയിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്ക് എൻ്റെ സച്ചിയുടെ മകളും എൻ്റെ മകനുമായുള്ള കല്യാണം നടക്കാത്തതൊക്കെ ഓരോ തട്ടുമുട്ടുകൾ വരുന്നു. ഇനിയിപ്പോൾ അടക്കവും പിന്നെ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞു പോകുമ്പോൾ വിവാഹം ഇനിയും നീളുന്നു. അത് കാലേക്കും എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഹർഷ പറയണേ ആൻറ്റി ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അത് ഏതോ ഒരു രാജ്യത്തല്ലേ, പിന്നെന്താ ആൻറ്റിക്ക് ടെൻഷൻ അടിക്കുക, ഇവിടെ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അങ്ങനെയായെങ്കിൽ നന്നായിരുന്നു എന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം സുശീല പറയണേ ഇനി അധികം സംസാരിക്കുന്നില്ല, എൻ്റെ മോൻ്റെ അടുത്ത് പോട്ടെ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഹർഷ പറയണേ ആൻറ്റി ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇരുന്ന് ചായ കുടിക്ക്, ഇന്ദ്രനെ ഞാൻ അകത്തോട്ട് വിളിച്ച് കയറ്റാമെന്ന് പറയട്ടോ. അങ്ങനെ ഇന്ദ്രനാണെങ്കിൽ വന്ന പാട് വണ്ടി അങ്ങ് തിരിച്ചിടൂ എന്ന് പറയണേ, എനിക്ക് തിരക്കുണ്ട് വണ്ടി തിരിച്ചിടൂ കേട്ടോ എന്നിങ്ങനെ വണ്ടിക്കാരനോട് പറഞ്ഞത് രവി കേൾക്കണം. അപ്പോൾ രവി പറയും എന്താ ഇത്ര തിരക്ക്, അത് അവിടെ സച്ചി സാറിൻ്റെ അനിയൻ്റെ ഷോടപ്പിൻ്റെ സമയമായി തുടങ്ങിയെന്നാണ് പറഞ്ഞത്, അപ്പോൾ അടക്കം പറയുന്ന സമയമായി, അടക്കം ആയല്ലോ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അമ്മയും കൊണ്ട് പോകാൻ നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഹർഷ വരികയാണ്, അത് പറ്റില്ല നീ ചായ കുടിക്കുകയെന്ന് പറയട്ടെ. ഇത് കേട്ട ഇന്ദ്രൻ പറയുന്നത് ചായ കുടിക്കാനൊന്നും എനിക്ക് സമയമില്ല, അമ്മയെ വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അയ്യോ അങ്ങനെ പറയല്ലേ, ഇപ്പോൾ അമ്മയെ വിളിക്കലൊക്കെ പിന്നെ ആവാം, ഞാൻ നിനക്ക് ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കേൾക്കുന്ന രവി പറയാണ് ഇനി നിനക്ക് രക്ഷയില്ല ഇന്ദ്ര, നീ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് രവി കൈ പിടിച്ച് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ രവി ചായ കുടിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഇതേ സമയം സുശീല അങ്ങോട്ട് പുറത്തോട്ട് വരാൻ ടേബിളിൻ്റെ അടുത്തെത്തിയ ഉടൻ തന്നെ സുശീലയോട് ഇന്ദ്രൻ അങ്ങ് ചൂടാവാണ്. അമ്മയോട് ഞാൻ പറഞ്ഞതാണ് ഇങ്ങോട്ടേക്ക് വരികയൊക്കെ നന്ന്, പക്ഷെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ മുന്നേ അമ്മ ഇതൊക്കെ ചെയ്യണമായിരുന്നു, പെട്ടെന്ന് വണ്ടി വെയിറ്റ് ചെയ്യിക്കാനുള്ളൊരു നേരം കൊടുക്കാതെ അമ്മ പെട്ടെന്ന് ഇറങ്ങി നിൽക്കണമായിരുന്നു എന്ന് പറഞ്ഞ ഉടൻ തന്നെ അതിന് മാത്രം നേരമായില്ലല്ലോ, നീ വന്ന് കയറിയതല്ലേ ഉള്ളൂ എന്ന് പറയട്ടോ. ഇതേ സമയം രവി ചോദിക്കുകയാണ് എന്താ ഇന്ദ്ര നീ ഇപ്പോൾ ഒരു ടാക്സി ഒക്കെ വിളിച്ചിട്ട് പോകേണ്ട ആവശ്യം, നിനക്ക് എൻ്റെ മുറ്റത്ത് വണ്ടി ഉണ്ടല്ലോ, എൻ്റെ വണ്ടി എടുത്താൽ മതിയല്ലോ, അതിൽ പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ആകെ ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീനിലാട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.